അബുദാബിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന് പരുക്കേറ്റു. ഇതോടെ യുഎഇയിൽ ഇറാൻ ആക്രമണത്തിൽ പരുക്കേറ്റവരുടെ എണ്ണം 161 ഇന്ന് 7 മിസൈലുകളും 16 ഡ്രോണുകളുമാണ് യുഎഇ സേന പ്രതിരോധിച്ചത്. ഇതിനിടെ ഇറാനെതിരെ പ്രസ്താവനയുമായി യുഎഇ വിദേശകാര്യമന്ത്രിയും വ്യവസായ മന്ത്രിയും രംഗത്തെത്തി. തീവ്രവാദികൾക്ക് തങ്ങളെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ കഴിയില്ല എന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഷിനോജ ഷംസുദ്ദീൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ, മേഖലയിൽ ഇറാനെ കടന്നാക്രമിക്കില്ല, ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ഇനി ഒരു കടന്നാക്രമണം നടത്തില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് വെടിനിർത്തൽ ആയി മുന്നോട്ട് പോകാമെന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് അത് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഇതുവരെയും വന്നിട്ടില്ല. അതിന് തെളിവ് തന്നെയാണ് ഇപ്പോൾ ഇതാ യുഎഇക്ക് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങളും. അപ്പോൾ ആ രീതിയിൽ ഇന്ന് യുഎഇക്ക് നേരെ ഉണ്ടായ കടന്നാക്രമണങ്ങളെക്കുറിച്ച് സമഗ്രമായി എത്രത്തോളം ആളുകൾക്ക് പരുക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വിനീഷ, ഇന്ന് പുലർച്ചെ അബുദാബി ഷവാമക്കിലാണ് ഒരു ആക്രമണമുണ്ടായത്. അവിടെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റതായിട്ട് അബുദാബി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിലും യുഎഇയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ന് പുലർച്ചെയും അതേപോലെ തന്നെ പകലും പലപ്പോഴായി ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് യുഎഇയിൽ വ്യാപകമായി മഴ പെയ്ത, ഇടിയോടുകൂടി മഴ പെയ്ത ദിവസമാണ്. പലപ്പോഴും ഇടിമുഴക്കവും അതേപോലെ തന്നെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടുന്നതിൻ്റെയും ശബ്ദവും വേർതിരിച്ച് കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികൃതർ പ്രത്യേകം അറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ഇടിമുഴക്കം കേട്ട് ഭയപ്പെടരുത്, മറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നറിയിപ്പ് പ്രത്യേകം നൽകാം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകം ഒരു മുന്നറിയിപ്പ് നൽകുന്ന അവസ്ഥ ഇന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് യുഎഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ശക്തമായ നിലപാടുമായി ഇറാനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരു തീവ്രവാദികൾ നടത്തുന്ന ബ്ലാക്ക്മെയിലിന് ഞങ്ങൾ നിന്നുകൊടുക്കില്ല, ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തി കാര്യം നേടാമെന്ന് കരുതരുത് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതികരണം യുഎഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ നടത്തിയിട്ടുണ്ട്. അത് ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജെറാദ് ഒറാദ് നടത്തിയ ഒരു ട്വീറ്റിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജെറാദ് ഒറാദ് നടത്തിയ ട്വീറ്റ് എന്ന് പറയുന്നത് വളരെ വിചിത്രമായി തോന്നുകയാണ്. യുഎഇ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. കാരണം തങ്ങളുടെ താല്പര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ, തങ്ങളുടെ താല്പര്യം എന്താണെന്ന് അറിയിക്കാതെ ഒരു ഭിന്നിപ്പിലേക്ക് യുഎഇയെ കൂടി കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവർക്കൊപ്പം എന്തിന് നിലനിർപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിദേശകാര്യമന്ത്രി ഇത്തരമൊരു ട്വീറ്റ് മറുപടിയായി നൽകിയിരിക്കുന്നത്. തീവ്രവാദികൾക്ക് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യങ്ങൾ നേടാൻ കഴിയില്ല എന്നൊരു ട്വീറ്റ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡ്നോക്കിന്റെ സിഇഒയും യുഎഇയുടെ വ്യവസായ മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽ ജാബിറും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. വീഡിയോ അതിന്റെ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്, അതായത് ഹോർമുസ് കടലിടുക്ക് ഇത്തരത്തിൽ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് സാമ്പത്തിക തീവ്രവാദമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ നടത്തുന്ന അപരാധമല്ല ഇത്. ആഗോളതലത്തിൽ ഈ ലോകത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണമാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചുവെക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എണ്ണവില വളരെ ഉയർന്നു. ലോകത്തെമ്പാടും ഗ്യാസ് കിട്ടാത്ത അവസ്ഥകളുണ്ടായി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. ലോകത്തിൻ്റെ ഹൃദയ ധമനികളിൽ ഒന്നാണ് ഹോർമുസ്. ആ ഹോർമുസിനെ അടച്ചു വെച്ച് ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് ഒരു തീവ്രവാദ പ്രവർത്തനമാണ്. ഇത് ഈ ആഗോള പ്രശ്നത്തിന് പരിഹാരം എന്നുള്ളത് ഈ ഹോർമുസ് തുറന്നു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഇതിന് പരിഹാരമെന്നാണ് ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ പ്രതികരിച്ചിട്ടുള്ളത്. അമേരിക്ക അടക്കം ഇറാനോട് ഒരു അയഞ്ഞ സമീപനത്തിലേക്ക് എത്തുമ്പോൾ യുഎഇ അത്തരം അയഞ്ഞ സമീപനത്തിലല്ല, ഉറച്ച നിലപാടിൽ ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് വിദേശകാര്യമന്ത്രിയുടെയും അതേപോലെ തന്നെ വ്യവസായ മന്ത്രിയുടെയും പ്രതികരണങ്ങൾ. വിനീഷ.